ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ എന്തുകൊണ്ട് കോൺഫിഡൻ്റ് ആവണം, അതുപോലെ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ പവർ പുറത്തേക്ക് എടുക്കണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീപ്പ് ഡിസ്കഷനാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ശരിക്കും സൈലൻ്റായിട്ടുണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. ഞാൻ എന്നെ സംശയിച്ചിരുന്ന സമയമുണ്ടായിരുന്നു. പലതരം പേടികൾ കൊണ്ട് ശരിയായ ചോയ്സ് എടുക്കാത്ത സമയമുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ നഷ്ടപ്പെട്ട പോലെ തോന്നിയിട്ടുള്ളത്. പലതരം പേടികൾ കൊണ്ട് അല്ലെങ്കിൽ പലതരം ചിന്തകളാൽ എനിക്ക് വേണ്ടത് സെലക്ട് ചെയ്യാതിരുന്ന സമയത്തൊക്കെയാണ് എനിക്ക് എന്നെ നഷ്ടപ്പെട്ട പോലെ തോന്നിയിട്ടുള്ളത്. അവിടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്നല്ല ഒരിക്കലും എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു എന്നാണ് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ സംശയിക്കുന്ന സമയത്തൊക്കെ നമ്മളെടുക്കുന്ന ചോയ്സ് തെറ്റിപ്പോകും അല്ലേ. ആ ഒരു ചോയ്സിലൂടെ നമുക്ക് ശരിക്കും നമ്മളോടുള്ള ആ ഒരു സെൽഫ് എസ്റ്റീം കുറയും. നമുക്ക് നമ്മളിലുള്ള വിശ്വാസം ഇല്ലാതാവും. നമുക്ക് ഒരു വാല്യൂ ഇല്ല എന്ന് നമുക്ക് തന്നെ തോന്നുന്നൊരു ലെവലിലേക്ക് നമ്മൾ മാറും അല്ലേ. അപ്പോൾ ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ വന്നതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്കും നൽകണം എന്നെനിക്ക് തോന്നി. നമ്മൾ ഇതേ വിഷയത്തിൽ പ്രാക്ടിക്കൽ സ്റ്റെപ്സ് വെച്ചിട്ട് നല്ല കൃത്യമായിട്ടുള്ള ടാസ്കുകൾ ചെയ്തിട്ട് കോൺഫിഡൻസ് കൂട്ടാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ പവറിലേക്ക് സ്റ്റെപ്പിൻ ചെയ്യുവാനുള്ള ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെയും ഒരു ഫ്രീ ആയിട്ടൊരു കോണ്ടൻറ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഡീപ്പ് ഡീറ്റെയിൽസ് തന്നെ തരാമെന്ന് വിചാരിച്ചു. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പവർഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരുടെ വാലിഡേഷന് കാത്തു നിൽക്കാതെ നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വേർത്ത് നമ്മൾ തിരിച്ചറിയുന്നത്, നമ്മുടെ മനസ്സമാധാനം കാത്തു സൂക്ഷിക്കാനായി ഒരു നാണക്കേടും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു പ്രയാസവും ഇല്ലാതെ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ പവറിൽ വരുന്നതാണ്. പേടിയാണെങ്കിലും കൂടി പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത്, ഇത് പവറാണ്. പേടിയുള്ളപ്പോഴും വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്, നോ പറയേണ്ടിടത്ത് നോ പറയുന്നത്, ലൈഫിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്, തീർച്ചയായും ഇത് പവറാണ്. ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്, പ്രത്യേകിച്ചും സന്തോഷത്തിൻ്റെയും അല്ലെങ്കിൽ വിജയത്തിൻ്റെയും ഒക്കെ റെസ്പോൺസിബിലിറ്റി അങ്ങ് ഏറ്റെടുക്കുന്നത്. നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങണം. മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാതിരിക്കുന്നത്, ഇന്ന ആൾ കാരണമാണ് എനിക്ക് ഇന്ന പോലുള്ള കാര്യങ്ങൾ നടക്കാത്തത്, അല്ലെങ്കിൽ ഞാൻ സക്സസ് ആവാത്തത്, അല്ലെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റാത്തത് ഇന്ന വ്യക്തികൾ കാരണമാണ് എന്ന് ബ്ലെയിം ചെയ്തിരിക്കാതെ സ്വന്തം ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് പവറാണ്. പാസ്റ്റ് എന്തൊക്കെയാണെങ്കിലും, കഴിഞ്ഞ കാലം എങ്ങനെയൊക്കെയാണെങ്കിലും ഫ്യൂച്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റി അങ്ങ് ഏറ്റെടുക്കുന്നത് പവറാണ്. തോറ്റിരിക്കുന്ന സമയത്തും വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നത് പവറാണ്. അതായത് ഒരുപാട് തവണ ഫെയിലായിക്കൊണ്ടേയിരിക്കുന്നു. ചെറിയ കാര്യം എടുക്കാം, റുട്ടീൻ. ഒരുപാട് നാളായി റുട്ടീൻ സെറ്റ് ചെയ്യുന്നു, സക്സസ് ആവുന്നേ ഇല്ല. അത് ക്വിറ്റ് ചെയ്യുന്നതിന് പകരം വീണ്ടും ട്രൈ ചെയ്യുന്നത് പവറാണ്. നിങ്ങളുടെ സെൽഫിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ക്ഷമ ചോദിക്കാതെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് പവറാണ്. ഇനി നമ്മൾ എന്തിന് പവർഫുൾ ആവണം? പവർഫുൾ അല്ലെങ്കിൽ നമ്മൾ പേടിയിൽ അങ്ങ് കുടുങ്ങിക്കിടക്കും ജീവിതകാലം മുഴുവനും. ലോകത്തെപ്പോഴും എല്ലാ കാര്യത്തിനും ഒരുപാട് അഭിപ്രായം ഉണ്ടാവും അല്ലേ. നമുക്ക് പവർ ഇല്ലെങ്കിൽ നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ കഴിയില്ല. നമ്മൾ നമ്മളെ കാണുന്നില്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ ആരും കാണാൻ പോകുന്നില്ല. നമ്മൾ പവർഫുൾ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ നേരെ വരുന്ന ചലഞ്ചസ്, അതിനെ നേരിടാൻ നമുക്ക് കഴിയില്ല. നമ്മൾ തകർന്നടിഞ്ഞു പോകും. നമുക്ക് പവർ ഇല്ല എന്നാണെങ്കിൽ ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ, അതായത് നമ്മുടെ ആ ഒരു പവർ ഇല്ലായ്മ അല്ലെങ്കിൽ ആ ഒരു ശക്തിക്കുറവിനെ മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിനേക്കാളും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികൾ നമ്മളെ കണ്ടു പഠിക്കും. നമ്മൾ പവർഫുള്ളല്ല, നമ്മൾ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ കുട്ടികളും അത് തന്നെയാണ് കണ്ടു പഠിക്കാൻ പോകുന്നത്. നമുക്കൊരിക്കലും അങ്ങനെ ഒരു സംഭവം നടക്കണ്ട അല്ലേ. നമ്മുടെ ലൈഫിൽ ഒരിക്കലും
ചില കാര്യങ്ങളിൽ നമ്മൾ പേടിക്കുന്ന പോലെ നമ്മുടെ കുട്ടികൾ ഒരിക്കലും പേടിക്കാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചേഞ്ചസ് കൊണ്ടുവന്നേ മതിയാവുള്ളൂ. പവർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്തലോ ഒന്നുമല്ല. അത് നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമാണ്. നമുക്ക് പവർ ഇല്ല എന്നാണെങ്കിൽ, ശരിയായ പവർ ഇല്ല എന്നാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ല എന്നാണെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളായി തന്നെ കിടക്കും. നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, നമുക്ക് ധൈര്യം ഇല്ലെങ്കിൽ, നമുക്ക് ശക്തി ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വിഷനിലേക്കല്ല, നമ്മുടെ ഗോളിലേക്കല്ല നോക്കുക. പകരം അന്നന്നത്തെ ചോയ്സിലേക്ക് ഇങ്ങനെ നോക്കി, അതായത് പേനയും പുസ്തകവും എടുക്കേണ്ട സമയത്ത് മൊബൈലായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ജോലി ചെയ്യേണ്ട സമയത്ത് പ്ലഷറായിരിക്കാം നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്ക് ധൈര്യമില്ല എന്നാണെങ്കിൽ, നമുക്ക് പവറില്ല എന്നാണെങ്കിൽ, ബൗണ്ടറി ഇല്ലാത്ത, അതിർവരമ്പില്ലാത്ത റിലേഷൻഷിപ്പ് കൊണ്ട് നമ്മുടെ ലൈഫ് നശിക്കാൻ തുടങ്ങും. എല്ലാവരും കയറി ഇറങ്ങിയിട്ട് നമ്മുടെ ലൈഫ് ഒന്നും അല്ലാത്ത പരുവത്തിലായി മാറും. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇല്ലാതാവും. നമ്മൾ ഗിൽട്ടിന് അല്ലെങ്കിൽ നാണക്കേടിനൊക്കെ അടിമപ്പെടും, അല്ലേ? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് മോശമായി പെരുമാറുമ്പോൾ അല്ലെങ്കിൽ നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റാതെ വരും. നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എന്താണ് ഇങ്ങനെ, അവൾ എന്നേക്കാളും ഇന്ന അവസ്ഥയിലാണല്ലോ ഉള്ളത്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ആയിപ്പോയല്ലോ, ഞാനാണല്ലോ ഇത്ര വരെ പഠിച്ചത്. ഈ രീതിയിൽ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളായി നമുക്ക് വേണ്ട വഴികൾ കണ്ടെത്തുന്നതിന് പകരം മറ്റുള്ളവരെ വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറും. മറ്റുള്ളവർ വഴി കണ്ടെത്തി തരാനായിട്ട് വെയിറ്റ് ചെയ്യും. എന്തില്ലെങ്കിൽ, കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, പവർ ഇല്ലെങ്കിൽ. നമുക്ക് കോൺഫിഡൻസ് ഇല്ല എന്നാണെങ്കിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യും? പ്ലേ സ്മോൾ. ഒന്നും അറിയാത്ത കൊച്ചു കുട്ടീനെ പോലെ നമ്മൾ അങ്ങ് ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളിൽ ഒരുപാട് പേര് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമുക്ക് അറിവുണ്ട്, പക്ഷേ പലതരത്തിലുള്ള സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പലതരം ചിന്തകൾ കൊണ്ടോ ഒരു കുഞ്ഞായി നിൽക്കുകയാണ്. അല്ലെങ്കിൽ ലൈഫിൽ അങ്ങ് ചെറുതായി ഇരിക്കുകയാണ്. എന്നെ ആരും കാണണ്ട, എനിക്ക് കഴിവുണ്ട്, അറിവുണ്ട്, എനിക്കെല്ലാം അറിയാം, പക്ഷെ എന്നെ ആരും കാണണ്ട, ഒളിച്ചിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഒഴിവാക്കും സംശയം കൊണ്ടല്ല. ഇതൊക്കെ എനിക്ക് ആവുന്നതാണോ, കഴിയുന്നതാണോ? പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ക്വാളിറ്റീസ് നമ്മളിലുണ്ടെങ്കിലും നമ്മളതെല്ലാം ഒളിപ്പിച്ച് വെക്കാനായിട്ട് ശ്രമിക്കും. വളരാനുള്ള ചാൻസ് കിട്ടിയാലും പല പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറും. നമ്മുടെ പവർ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർക്ക് കൈമാറും. ഇതാ എൻ്റെ ചാവി നീ പിടിച്ചോ, അല്ലെങ്കിൽ ഇതാ എൻ്റെ കാലിന് ഞാനൊരു ചങ്ങല ഇട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അറ്റം നീ പിടിച്ചോളൂ. ഈ രീതിയിൽ നമ്മൾ നിന്ന് കൊടുക്കും. നമ്മുടെ പവർ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ മറ്റൊരാൾ ഉപയോഗിക്കും, അത്രയേ ഉള്ളൂ. മറ്റൊരാൾ നമ്മളെ ഉപയോഗിക്കും. നമ്മൾ എന്തുകൊണ്ട് പവർഫുൾ ആവണം? അതിൽ ഒന്നാമത്തെ ഒരു കാര്യം തന്നെയാണ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി, അല്ലേ? ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്, എനിക്ക് ഇത്താടെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ എനിക്കതിനുള്ള പൈസ കിട്ടില്ല. അല്ലെങ്കിൽ ഹസ്ബൻഡിന് നല്ല ജോലിയൊക്കെ ഉണ്ട്, പക്ഷേ ഇന്ന കാര്യങ്ങൾക്ക് പൈസ മുടക്കാൻ സമ്മതിക്കില്ല. അതായത് സെൽഫ് ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പൈസ മുടക്കാൻ സമ്മതിക്കില്ല. ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വേണ്ട സംഗതിയാണ്. അത് ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ എല്ലാവരും വർക്ക് ചെയ്യണം എന്നല്ല കേട്ടോ പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒട്ടും നടക്കുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ അത്യാവശ്യം നമ്മുടെ കയ്യിൽ വേണ്ടത് സമ്പാദിക്കണം. നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള, ശരിക്കും നമുക്ക് നല്ലതല്ലാത്ത സിറ്റുവേഷൻസും നോർമലാക്കി മാറ്റും. പല കാര്യങ്ങളും കണ്ണടക്കുന്ന അവസ്ഥ വരും. അല്ലെങ്കിൽ ഇതെൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരാണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പലതിലും കണ്ണടക്കുന്ന അവസ്ഥ വരും. നമ്മളോടുള്ള റെസ്പെക്റ്റ് കുറച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോൺഫിഡൻസ് കുറയുമ്പോൾ നമ്മളെ ബഹുമാനിക്കുന്നത് കുറയും. അത് മറ്റുള്ളവരും ബഹുമാനം കുറക്കാനുള്ള ഒരു കാരണമായിട്ട് മാറും. നമ്മളെ ബഹുമാനിക്കുന്നില്ല എന്നാണെങ്കിൽ മറ്റുള്ളവരും ബഹുമാനിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മൾ പവർഫുള്ളാണെങ്കിൽ മാത്രമേ, നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ. നമ്മൾ പവർഫുൾ അല്ലെങ്കിൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ പവർഫുൾ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ നമ്മളിൽ ഒരുപാട് പേരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാതെ സൈലൻ്റായിട്ട് നിൽക്കുന്ന അവസ്ഥ, അല്ലേ? നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവർ ഡിസൈഡ് ചെയ്യുന്ന അവസ്ഥ. മറ്റുള്ളവർ നമ്മളെ
അപമാനിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന അവസ്ഥ. വേറൊരു വഴിയുമില്ല, ആരും നമുക്ക് വേണ്ടി സംസാരിക്കാനുമില്ല. അപ്പോൾ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യൽ തന്നെ. ഒരുപാട് ചിന്തിച്ച് കൂട്ടും അല്ലേ. നമ്മുടെ കയ്യിൽ പവറില്ലെങ്കിൽ പിന്നെ നമുക്ക് ചിന്തിക്കാനേ വഴിയുള്ളൂ, വേറൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് ആരുടെ കയ്യിലാണ് ഈ പവർ എന്ന് പറയുന്നത്? ആക്ച്വലി നമ്മുടെ കയ്യിലാണ്. പവർ എങ്ങനെയാണ് കിട്ടുന്നത്? ചെറിയ ചെറിയ സ്റ്റെപ്സ് വെച്ച് തുടങ്ങുമ്പോൾ, നമുക്ക് വേണ്ടതിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ. അതായത് ഇപ്പോൾ പറയുന്ന ഓരോ കാര്യത്തിൻ്റെയും നേരെ ഓപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പവർ നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. പവറില്ലെങ്കിൽ സംഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് റിലേഷൻഷിപ്സിൽ അങ്ങ് നമ്മൾ ഇല്ലാതായി പോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത്. ഇപ്പോൾ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ് അല്ലേ, ഒരുപാട് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ന്യൂസിൽ വരുന്നുണ്ട്, കാണുന്നുണ്ട്. നമുക്ക് നമ്മളെ തന്നെ നഷ്ടമാവുന്ന അവസ്ഥ, നോ പറയാൻ പറ്റാത്ത അവസ്ഥ, ആൾക്കാരെ പ്ലീസ് ചെയ്ത് നിൽക്കേണ്ട അവസ്ഥ. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് വേണം ജീവിക്കാൻ, സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. കരിയറിലാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവർ ചൂസ് ചെയ്യുന്നതിൽ അങ്ങ് അത് വളരെ ചെറിയൊരു ലെവലാണെങ്കിലും അതിൽ തന്നെ സ്റ്റേ ചെയ്യുക എന്നുള്ളത്, പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് അല്ലേ. കോൺഫ്ലിക്റ്റ് ഒരു പ്രശ്നത്തിനും നിൽക്കാൻ പാടില്ല. കാരണം എന്താ? പവറില്ല, സംസാരിക്കാൻ പാടില്ല. തീരുമാനങ്ങൾ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും, എന്തും ട്രൈ ചെയ്യാൻ ഭയങ്കര പേടിയായിരിക്കും. ടോക്സിക് ആയിട്ടുള്ള സ്പേസിലും അങ്ങനെ അങ്ങ് തങ്ങി നിൽക്കും, മറ്റുള്ളവരെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് സ്വന്തത്തെ ഇല്ലാതാക്കും. ഒരു സഹായം ചോദിക്കാൻ പോലും ഭയങ്കര പേടിയായിരിക്കും. എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും മാറ്റിവെക്കും. സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. എല്ലാം അറിയാം, സ്റ്റക്കായി കിടക്കുകയാണ്, പക്ഷേ അതിനൊരു സഹായം ചോദിക്കാൻ പോലും ധൈര്യമില്ല. ഓപ്പർച്യൂണിറ്റീസ്, നല്ല അവസരങ്ങൾ വരുമ്പോൾ എല്ലാം അങ്ങ് ഒഴിവാക്കും. കാരണം എന്താ? പേടിയാണ് ധൈര്യത്തെക്കാളും മേലെ ഉള്ളത്. ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരുപാട് കാലം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനോടും ഒരാഗ്രഹവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറും. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാരല്ലേ. ചിലപ്പോൾ അത് അമ്മമാരായിരിക്കാം, ചിലപ്പോൾ അച്ഛന്മാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ ആയിരിക്കാം, ബ്രദർ ആയിരിക്കാം, ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ആയിരിക്കാം, മകനായിരിക്കാം, മകളായിരിക്കാം. ഒരുപാട് കാലം ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ പോയി അവസാനം ഒന്നിനോടും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത മരിച്ചതുപോലെ ജീവിക്കുന്ന ആൾക്കാർ അല്ലേ. ഇമോഷണൽ ബേൺ ഔട്ടിലൂടെ കടന്നു പോവും. എല്ലാറ്റിലും മറവി, സ്വപ്നങ്ങൾ പോലും മറന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. അവസാനം എല്ലാറ്റിനോടും റിഗ്രറ്റ് ആയിരിക്കും. ഞാനത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ലല്ലോ, ഇന്ന് അവസരം വന്നല്ലോ, പക്ഷെ അതിൽ ഞാനങ്ങ് അന്ന് ചാടി കയറിയില്ല, അന്ന് കയറിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അന്നത് ട്രൈ ചെയ്തെങ്കിൽ, ഇങ്ങനെയുള്ള നിരാശയിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ലൈഫിൽ ഇൻവിസിബിളായിട്ട് ആർക്കും എന്നെ കാണാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു തോന്നലിലേക്ക് മാറും. ചിലപ്പോൾ ഈ പറഞ്ഞതൊക്കെയും നിങ്ങളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആരെങ്കിലും കുറിച്ചായിരിക്കാം, നിങ്ങളെ സുഹൃത്തുക്കളെക്കുറിച്ചായിരിക്കാം. നിങ്ങൾക്ക് ആരെയെങ്കിലും തോന്നിയോ? നിങ്ങൾക്ക് ആരെയാണ് തോന്നിയത്? നിങ്ങളുടെ സുഹൃത്തുക്കളെയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനെയാണോ? എനിക്കൊരുപാട് പേര് ഓർമ്മ വന്നു ഈ ഒരു കാര്യമൊക്കെ പറയുമ്പോൾ. നിങ്ങളാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ പറയാം കേട്ടോ, നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിലൂടെ ഫാബുലസ് ലൈഫ് ബൈ ഐന എന്ന് പറയുന്ന ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ വാട്സപ്പിൽ പേഴ്സണൽ മെസ്സേജ് അയക്കാം. വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യലാണ് നല്ലത് കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ വാട്സപ്പിലൂടെ എൻ്റെ റിയൽ ലൈഫ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്കൊരു കണക്ഷൻ, നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അത് നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. അല്ലെങ്കിൽ ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു കോഫി കുടിക്കുമ്പോൾ അത് സ്റ്റാറ്റസിൽ ഷെയർ ചെയ്യുമ്പോൾ കുറേ പേർക്ക് അതൊരു എനർജിയായി മാറാറുണ്ട്. അങ്ങനെ ഒരു കണക്ഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം. ഇതേ പവർ ഗേളിനെ കുറിച്ചിട്ടാണ് നമ്മൾ, അതായത് സ്ത്രീകൾക്ക് മാത്രമായിട്ട്, ഇതിലിപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ സ്ത്രീകൾക്ക് മാത്രമായിട്ടാണ് നമ്മൾ പുതിയ ഗ്രൂപ്പ് ഈ വീക്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇനി ഒരു 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മുടെ ഗ്രൂപ്പുകളിൽ ടാസ്കുകളിലൂടെയാണ് ലൈഫിൻ്റെ വഴി നമ്മൾ അങ്ങ് തുറക്കുന്നത്, അല്ലെങ്കിൽ ക്ലിയർ ആക്കുന്നത്, അല്ലെങ്കിൽ പുതിയ ഡോറുകൾ ഓപ്പൺ ചെയ്യുന്നത് ടാസ്കുകളിലൂടെയാണ്. എഴുതാനുള്ള ടാസ്കുകളും ഫിസിക്കൽ ടാസ്കുകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ, അതായത് ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ടാസ്കുകളായിരിക്കാം.
വീട്ടിൽ തന്നെ അടച്ച് മൂടിയിരിക്കുന്ന ആൾക്കാരെ ഒന്ന് പുറത്തെത്തിക്കാനുള്ള ടാസ്ക്, അല്ലെങ്കിൽ പുറത്തിറങ്ങുന്നുണ്ട് പക്ഷെ ഒരാളോട് സംസാരിക്കാത്ത ഒരാൾക്ക് സംസാരിക്കാനുള്ള ടാസ്ക്, ഈ രീതിയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ പവറിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുവാനുള്ള കുറച്ച് ചോദ്യങ്ങൾ. പവർ എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് എന്താണ്? കോൺഫിഡൻസ്, പവർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തൊക്കെ പേടികൾ നിങ്ങളെ പുറകോട്ട് വലിക്കുന്നുണ്ട്? നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നത് എന്തൊക്കെ പേടികളാണ്? നിങ്ങൾക്ക് ഒരു പേടിയും എന്നാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? നിങ്ങളെ ഒന്നും ഭയപ്പെടുത്തുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്? അതിർവരമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്? നിങ്ങളുടെ ലൈഫിൽ ഇനിയും അതിർവരമ്പ് കൂട്ടേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളോട് എല്ലാ ദിവസവും ഏത് രീതിയിലാണ് സംസാരിക്കാറുള്ളത്? നോർമലി പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ? നിങ്ങൾ നിങ്ങളെ പേടിപ്പിക്കാറുണ്ടോ? നിങ്ങൾ എന്ത് സ്മോൾ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും? ഏതൊരു സ്മോൾ സ്റ്റെപ്പ് വെച്ചാൽ നിങ്ങളുടെ കോൺഫിഡൻസ് നന്നായിട്ട് ബൂസ്റ്റ് ആവും. നിങ്ങൾ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ചാൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? നിങ്ങൾ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കുന്നു, എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ കഴിയും, ഞാനൊന്ന് ഇറങ്ങിയാൽ മതി. ആ രീതിയിലുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് കൊടുത്താൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കും? ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളോട് പറയാം. നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാൽ, നിങ്ങൾ കോൺഫിഡൻ്റായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. നിങ്ങൾ സത്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ, വിത്ത് റെസ്പെക്റ്റ്. നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട്, നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ സത്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ. നിങ്ങളുടെ മുൻപിലേക്ക് വരുന്ന ഏത് ഓപ്പർച്യൂണിറ്റിയും, ഏതൊരു വാതിലും നിങ്ങളത് പേടിക്കാതെ തുറന്നു നോക്കും, അല്ലെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ബൗണ്ടറീസ് സെറ്റ് ചെയ്യും ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട്. എല്ലാവരെയും ഒഴിവാക്കുക എന്നുള്ളതല്ല, അല്ലേ? ബൗണ്ടറി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പിടിച്ചൊഴിവാക്കലല്ല. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ വിശ്വാസങ്ങൾ ഇങ്ങനെയാണ്, ഓക്കെ നീ അങ്ങനെയാണ്, ഇറ്റ്സ് ഓക്കെ, ഞാൻ അതിലിടപെടുന്നില്ല, അതുപോലെ നീ എൻ്റെ ഇന്ന കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അതാണ് പോസിറ്റീവായിട്ടുള്ള ബൗണ്ടറി എന്ന് പറയുന്നത്. കാരണം നമുക്ക് എല്ലാവരെയും എല്ലാറ്റിലും ഒരുപോലെ ആക്കി കൊണ്ടുവരാൻ പറ്റില്ല, അല്ലേ? ചിലത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. വല്ലാതെ ഉപദ്രവിക്കുന്ന ആൾക്കാരുമായിട്ട് വലിയ ബൗണ്ടറി വേണ്ടി വരും, വലിയ മതിലൊക്കെ ചിലപ്പോൾ കെട്ടേണ്ടി വരും. അല്ലാത്തവരോട് ചെറിയ ചെറിയ മതിൽ, ഓക്കെ എനിക്ക് ഇന്ന കാര്യങ്ങളോട് താല്പര്യമില്ല. ബൗണ്ടറിയെക്കുറിച്ച് ഇതിന് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ലെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് ഗ്രൂപ്പുകൾ ചെയ്ത് ഏത് വീഡിയോ ആണോ ചെയ്തിട്ടുള്ളത്, ഗ്രൂപ്പാണോ എന്നുള്ളത് തന്നെ കൺഫ്യൂഷനുണ്ട്. നമ്മൾ ടോക്സിക്കായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ശരിക്കും അങ്ങ് ഇറങ്ങി നടന്നങ്ങ് പോവും, അല്ലേ? നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ, പവർഫുള്ളാണെങ്കിൽ നമ്മൾ ടോക്സിക്കായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിൽക്കില്ല. നമുക്കതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കും, നമ്മുടെ കുട്ടികളെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വളർത്തും. നമ്മുടെ ചുറ്റുമുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആയിരിക്കും. അതായത് നമ്മൾ ഈ രീതിയിൽ പരസ്പരം അക്സെപ്റ്റ് ചെയ്തിട്ട്, ഇത് നീ, ഇത് ഞാൻ, എനിക്ക് ഇന്ന ഇഷ്ടങ്ങൾ, നിനക്ക് ഇന്ന ഇഷ്ടങ്ങൾ, ഓക്കെ, നമ്മൾ ആ ഒരു ടേംസിലാണ് എല്ലാവരും പോകുന്നതെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആയിരിക്കും ചുറ്റും ഉണ്ടാവുക. ഓവർ തിങ്കിങ് ഉണ്ടാവില്ല, നല്ല ജോലിയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമ്മൾ ഓരോ ദിവസവും ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എക്സൈറ്റഡ് ആയിരിക്കും. ഇപ്പോൾ പലർക്കും ഇല്ലാത്തത് അതാണ്, ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, അല്ലേ? ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്ന തന്നെ ഇതൊക്കെ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എത്ര കഷ്ടപ്പാടാണ്, ഈ ഒരു ചിന്തയുമായിട്ടാണ് പലരും എഴുന്നേൽക്കുന്നത് തന്നെ. എന്തുകൊണ്ടാണ്? അതൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ പവർ നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? നമ്മൾ കോൺഫിഡൻ്റ് ആണോ? അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിൽ നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ലൈഫ് ഈ ലെവലിലേക്കായി മാറിയത്? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ, നമ്മൾ പവർഫുള്ളാണെങ്കിൽ, നമ്മൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, നമ്മൾ ഫ്രീ ആയിരിക്കും. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് കേൾക്കുന്ന, ഈ ഒരു വോയിസ് കേൾക്കുന്ന ഓരോരുത്തരും എന്തെല്ലാം ഐഡിയാസ് ഇതിന് മുൻപ് ചിന്തിച്ചിട്ടുണ്ടാവും. ഇന്ന പോലെ സ്റ്റാർട്ട് ചെയ്യണം, ഇന്ന പോലെ ഒരു കട തുടങ്ങണം, അല്ലെങ്കിൽ ഈ ബിസിനസ് സക്സസ്ഫുള്ളാവും എന്നൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതിനുശേഷം എത്ര പേര് ആ ഐഡിയയിൽ സക്സസ് ആയിട്ട് നിങ്ങൾ കണ്ടു, അല്ലേ? കുറേ പേര് സക്സസ് ആയിട്ട്
നിങ്ങൾ ഇൻസ്റ്റയിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ച അതേ കാര്യം ചെയ്ത് സക്സസ്ഫുള്ളായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങളുടെ ഐഡിയ പുറത്തേക്ക് വന്നില്ല? എവിടെയാണ് തടസ്സം വന്നത്? നിങ്ങൾ എവിടെയാണ് നിങ്ങളെ തടസ്സപ്പെടുത്തി നിർത്തുന്നത്? എന്തുകൊണ്ട് ആ ഒരു പവർ നിങ്ങളിലേക്ക് വരുന്നില്ല? നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പവറിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നല്ലതായിരിക്കും അല്ലേ? നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് വളരെ നല്ല രീതിയിൽ പോവും. നിങ്ങൾ ട്രാവൽ ചെയ്യും, എക്സ്പ്ലോർ ചെയ്യും അല്ലേ? ഈ ലോകം കീഴടക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടും. ലോകം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ളതാണ് ലോകം അല്ലേ? നമ്മുടെ മനസ്സ് ചെറുതല്ല, നമ്മൾ ചെറുതാക്കുന്നതാണ്. നമ്മൾ ശരിക്കും ഒരു 1-2 സ്ഥലത്ത് വിസിറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ മനസ്സ് വിശാലമാവുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ വന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ ബൗൺസ് ബാക്ക് ചെയ്യും. നമ്മൾ എഴുന്നേറ്റ് നിന്നിരിക്കും. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് നിന്നിരിക്കും. നിങ്ങൾക്ക് എന്താണ് ലാക്ക് ആവുന്നത്, എവിടെയാണ് കുറവ് വരുന്നതൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ സെൽഫ് വർത്ത് എപ്പോഴും നല്ല നിലയിൽ പോവും അല്ലേ? നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ, നമുക്ക് പവർ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നാണെങ്കിൽ, നമ്മുടെ വാല്യൂക്കനുസരിച്ച് മാത്രമേ നമ്മൾ ജീവിക്കുള്ളൂ. നമ്മുടെ മനസ്സെപ്പോഴും ഫുള്ളായിരിക്കും അല്ലേ? ഫുള്ളെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കൂടി ചേർന്നിട്ടുള്ള ഫുള്ളല്ല, ആ ഒരു തൃപ്തിയായിരിക്കും. ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നമുക്കുണ്ടാവുക. ഈ ഒരു പോഡ്കാസ്റ്റ് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഏത് ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? അല്ലെങ്കിൽ ഏതവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്? നിങ്ങളിനി എങ്ങോട്ടേക്ക് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്? താഴെ കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു ഗ്രൂപ്പിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അതായത് നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആയിരിക്കും. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഞാൻ ഇതിന് മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ മുറിവുകൾ ഉണക്കുക എന്നുള്ളത്. നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരുപാട് മുറിവുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ആദ്യം ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്താൽ മാത്രമാണോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും സക്സസ്ഫുൾ ആവുന്നത്? അല്ല. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ ഒന്നും അറിയാതെ, സെൽഫ് ഗ്രോത്തിനെ കുറിച്ച് ഒന്നും അറിയാതെ ഫസ്റ്റ് തന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്താൽ ഭയങ്കര ഹെഡ് ഏക്കും അല്ലെങ്കിൽ കുറച്ച് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ കൂടും. നമുക്ക് നമ്മളെ അറിയണം ആദ്യം. അതിന് മറ്റുള്ള ഗ്രൂപ്പുകൾ തന്നെയാണ് നല്ലത്. ഒരൊറ്റ ഗ്രൂപ്പിലൂടെ എല്ലാം അങ്ങ് സക്സസ് ആവുന്നല്ല. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള ആൾക്കാരുടെ ഒരു പാറ്റേൺ ഇതുവരെ ശ്രദ്ധിച്ച് തന്നെ ആദ്യത്തെ ഒരു 2-3 ഗ്രൂപ്പിൽ ടാസ്കുകളേ ചെയ്യില്ല. ചിലപ്പോൾ 5-6 ഗ്രൂപ്പിലൊക്കെ ടാസ്ക് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പെട്ടെന്നൊരു അങ്ങ് നമ്മുടെ ഫ്ലവറൊക്കെ ഇങ്ങനെ ബ്ലൂമായി വരുന്ന പോലെ പെട്ടെന്ന് അടുത്തൊരു, ചിലപ്പോൾ ഒരു 6ാമത്തെ ഗ്രൂപ്പായിരിക്കും, ചിലപ്പോൾ 7ാമത്തെ ഗ്രൂപ്പായിരിക്കാം, അവരുടെ സ്വപ്നത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. സംഭവം അതുവരെ അവനവനെ മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് അങ്ങൊരു ഉയർച്ചയിലേക്ക് അങ്ങ് പോവും. ഇത് ആദ്യം നമുക്ക് വേണ്ടത് നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ പരസ്യത്തിൽ കാണുന്ന പോലെ ഒറ്റ ഗ്രൂപ്പ് കൊണ്ട് എല്ലാം ചേഞ്ച് ആവും, അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ ഗ്രൂപ്പ് കൊണ്ട് നിങ്ങളെ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ടാസ്കുകളാണ് തരുന്നത്. തീർച്ചയായും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള വർക്ക് ഉണ്ടാവും. അതായത് എഴുതാനുള്ള ടാസ്കുകളും ആലോചിക്കാനുള്ള ടാസ്കുകളും അതുപോലെ ചെയ്യാനുള്ള ടാസ്കുകളൊക്കെ ഉണ്ടാവും. സ്ലോ ആയിട്ടാണ് ലൈഫിൽ മാറ്റങ്ങൾ വരുന്നത്. ചിലർ പറഞ്ഞിട്ടുണ്ട്, അതിനിടെ ഒരൊറ്റ ഗ്രൂപ്പോട് കൂടിയിട്ട് എൻ്റെ ലൈഫ് ഫുള്ളായിട്ട് മാറി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവർ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത് കൊണ്ട് മാറ്റം വന്നതല്ല. ആദ്യമേ തന്നെ യൂട്യൂബ് വീഡിയോസ്, പോഡ്കാസ്റ്റൊക്കെ കേട്ട് ലൈഫിനെ മനസ്സിലാക്കി പിന്നെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അടുത്ത് നിന്ന് കാര്യങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ലൈഫ് മാറും. എല്ലാ ക്രെഡിറ്റും ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ഹാർഡ് വർക്കും കൂടി ചേരുമ്പോഴാണ് എന്തിലും റിസൾട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് കേൾക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിനൊക്കെ അയച്ചു കൊടുക്കുക. നല്ല മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട്, മറ്റൊരു പോഡ്കാസ്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.